കാരണം കുട്ടികൾക്ക് എല്ലാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ധാരാളം വിദ്യാഭ്യാസം, നല്ല ആഹാരം കൊടുക്കുക എന്ന് മാത്രമാണ് ഒരു അച്ഛനും അമ്മയും ചിന്തിക്കുന്നത്. അങ്ങനെ പോരാ. ഈശ്വര അതൊക്കെ വേണം, അതൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ എങ്കിലും ഈശ്വര സ്മരണയിൽ നമ്മൾ ആ കുട്ടികളെ നല്ല വിചാരങ്ങളും സദ്ഭാവനയൊക്കെ ഉണ്ടാവണം. ധർമ്മം, ആ ഗുരുഭക്തി, മാതാ പിത ഗുരു ദൈവം, ആ ഒരു ദിക്കിലേക്ക് കുട്ടികളെ നയിക്കണം. അപ്പോഴേ നമുക്ക് കുട്ടികൾക്ക് ഇതിൻ്റെ അകത്തൊക്കെ മോചനം കിട്ടുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ദുഃഖം തന്നെയാണ് കൂടുതൽ. നിങ്ങളെ കണ്ണടയുന്നതിൽ നിങ്ങൾ പലതും കാണേണ്ടതായി വരും അല്ലേ? വരും തലം ഇപ്പം നിങ്ങൾ അയച്ചുകൂടെ, ഒരു ദിവസം പോലും കൊലപാതകം നടക്കാത്ത ദിവസമുണ്ട്, പിടിച്ചു പോലെ തട്ടിപ്പ് നടക്കാത്ത ദിവസമുണ്ട്. എല്ലാം കാരണം മനുഷ്യനെ ഒന്ന് നമ്മുടെ സ്വാർത്ഥത്തിൻ്റെ അങ്ങേയറ്റായി പോയി. എനിക്ക് എല്ലാം വേണം, മറ്റവൻ എന്തെന്നായാലും കുഴപ്പമില്ല എന്ന് പറയുന്ന അത് അവസ്ഥ വരണം. അവനെയും വേണം, അവന് കൊടുക്കട്ടെ, അതുപോലെ എനിക്ക് ഭഗവാൻ തരുമല്ലോ. അല്ല, ഞാൻ എല്ലാവരോടും പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം ഒരു കാലത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതികെട്ട ഒരു കാലം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല, പൂർവികന്മാർ അനുഭവിച്ചിട്ടുണ്ട്. അന്ന് അമ്മ നമുക്ക് അച്ഛനും എല്ലാവർക്കും മക്കൾക്ക് 10 മക്കളുണ്ടാവും, എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് കലത്തിലും തപ്പി വെക്കുമ്പം വെള്ളം മാത്രമേ ഉണ്ടാവും, ഒരു വറ്റ് പോലും ഉണ്ടാവില്ല. കാരണം ഇത് മൂറിയിട്ട് കിട്ടിയിട്ട് കുത്തി ഇതാക്കിയിട്ട് പോകണം കൊണ്ട് നിങ്ങളെപ്പോലെ ഇന്നത്തെ പോലെ അരി വീടിൽ പോയി വാങ്ങലല്ല. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അന്നത്തെ കാലത്ത് അമ്മമാരും അച്ഛന്മാരെല്ലാം കഷ്ടപ്പെട്ട് ജീവിച്ചു വന്നത്. ഇന്നത്തെ കൂട്ടർ അന്നത്തെ കാലത്ത് ചിക്കനോ കോഴിയൊന്നും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ? ഒന്നും അങ്ങനത്തെ സംഭവമേ മീൻ പോലും കണ്ടുണ്ടാവില്ല. കണ്ടിട്ടൊക്കെ തന്നെ ചിലപ്പം നമ്മളെ തോട്ടുന്നോ അല്ലെങ്കിൽ അത് മീനോ കഴിച്ചിലോ പോലുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ മുഷു പോലത്തെ സാധനങ്ങളോ തിന്നിട്ടുള്ള ബന്ധം മാത്രമേ ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് ഈ വിഷമുള്ള സാധനങ്ങളൊക്കെ മൊത്തം തിന്നുകൊണ്ടിരിക്കുന്നത്. അത് പച്ചക്കറി ആയിക്കോട്ടെ, മത്സ്യമായിക്കോട്ടെ, മാംസം പോലും, നിങ്ങൾ ഭക്ഷിക്കുന്ന മാംസം പോലും വിഷമാണ്. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ മായമില്ലാതെ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് കഴിയുമെങ്കിൽ വീട്ടിൽ കൃഷികൾ നടത്തുക, അതുപോലെ ഇഞ്ചി അല്ലേ, പിന്നെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുക. നമ്മൾ എല്ലാ ദിവസവും മടിയന്മാരായിട്ടും സ്വാർത്ഥമതികളായിട്ടും മാറിക്കൊണ്ടിരിക്കും. അതെ അതെ, നമുക്ക് പണം പോകുന്നു, പലയിടത്തും പൈസ കിട്ടും, അത് മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടല്ല. ഇത് ഏതോ അന്യ നാട്ടിൽ വളരെ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ടാണ് നമുക്ക് ഇവിടെ എത്തുന്നത്. നമ്മൾ നമ്മുടേതായ തന്നെ നമ്മൾക്ക് കുറെ ഉണ്ടാക്കിയാലും നമുക്ക് തന്നെ നല്ല സാധനം കഴിക്കാം, അത്രേ ഉള്ളൂ. അതേപോലെ പൂർവികന്മാര് ഒന്നും വേണ്ട. ഇപ്പൊ നമ്മൾ അച്ചുമാമൻ 101 വയസ്സുവരെ അദ്ദേഹം ജീവിച്ചു. ഇതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അന്നത്തെ ഫുഡും അദ്ദേഹത്തിന്റെ ആ പ്രയത്നം അദ്ദേഹത്തിന്റെ ആരോഗ്യം കൊണ്ടാണ് അങ്ങനത്തെ എക്സസൈസും കാര്യങ്ങളും നടത്തും കാര്യങ്ങളെല്ലാം ഒരുപാട് തനിച്ചു പോയി തന്നെ ഉണ്ടായി. എന്നാലും അദ്ദേഹം അത് മനസ്സിലാക്കി തിരിഞ്ഞു വന്നു, പ്രകൃതിയിലേക്ക് തിരിച്ചു അദ്ദേഹം വന്നു. ആരാ അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അന്നത്തെ അധ്വാനത്തിന്റെ ആ കഷ്ടപ്പെട്ട സാധന വഴികളും എല്ലാം അദ്ദേഹം മനസ്സിലാക്കി. അന്നത്തെ ഭക്ഷണം അങ്ങനെയായിരുന്നു. ഞങ്ങളുടെയൊക്കെ പഠിക്കുന്ന കാലത്ത് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഒരു പൊട്ട സ്ലേറ്റ്, നല്ല വസ്ത്രങ്ങളൊന്നും കാണാറില്ല, ഒരു കുട്ടിക്കില്ല, നമുക്കുമില്ല. അങ്ങനെ കുട്ടികളെ ഇവര് കുറച്ചും കൂടി ഭേദമുള്ള കുട്ടികൾ ഒരു പൊട്ട സ്ലേറ്റ് എടുക്കും, അതിലും കുറച്ചും കൂടി മേലെയുള്ള കുട്ടികൾ നല്ലൊരു സ്ലേറ്റ് ഒരു പുസ്തകം ഉണ്ടാവും. അത് 4ാം ക്ലാസ് LP സ്കൂൾ സെക്ഷൻ വരെ അങ്ങനെയാണ്. പക്ഷെ അവരെ കൈമിലൊക്കെ ഒരു കാര്യം ഉണ്ടാവും, ഒരു കിണ്ണം ഉണ്ടാവും, ഒരു ബസ്സി എന്നു പറയും. ബസ്സി എന്തിനാ വെച്ചാൽ ഉച്ചക്ക് ഉപ്മാവ് കിട്ടും. സത്യം പറഞ്ഞാൽ ഇത് ആഗ്രഹിച്ച കുട്ടികളാണ് സ്കൂളിൽ പോകുന്നത്. കാരണം വീട്ടിലൊന്നും ഉണ്ടാവില്ല, അച്ഛനും അമ്മയും പണിക്ക് പോയി കഴിഞ്ഞാൽ ചില കുട്ടികൾ അതിൻ്റെ ഇളയ കുട്ടീൻ്റെ ഇതിനെ നോക്കാൻ വീട് കാവലായി. ബാക്കിയുള്ള കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴും ഒരു കിണ്ണം ഉണ്ടാവും, അതിൽ ഉച്ചക്ക് കിട്ടുന്ന ഇതാണ് അവർക്ക് ഭക്ഷണം. 2 നേരത്തേക്ക്, രാത്രിത്തേക്കും ഉച്ചക്കത്തേക്കും. അങ്ങനെ വളരെ ദാരിദ്ര്യവും കഷ്ടപ്പാടും. അന്ന് ആഹാരത്തിന്റെ വില അറിയായിരുന്നു, ഇന്ന് ആഹാരത്തിന്റെ വില അറിയില്ല. എത്ര കൊണ്ടേ കളയുന്നു, അത് എത്ര. പക്ഷെ കല്യാണത്തിന് ഇതിന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, ഈശ്വരൻ ഇതൊക്കെ തരും. ഒരു വലിയൊരു കയറ്റവും വലിയൊരു ഇറക്കവും. നമുക്ക് ഇന്നിപ്പോൾ സമൃദ്ധിയെല്ലാം നമുക്ക് കാണാൻ ഇഷ്ടം പോലെ ആഹാരം ഇവിടെ വീട്ടിലില്ലെങ്കിൽ നമുക്ക് ഹോട്ടലിൽ പോവാം, മഴലങ്ങായിൽ അങ്ങേപ്പുറം പോവാം. പക്ഷേ ഇതിനൊരു തിരിച്ചടി നാം പ്രതീക്ഷിക്കണം. അതുണ്ടാവും. അന്നുള്ളവർക്ക് പ്രളയം വന്നപ്പോൾ ഇപ്പം അനുഭവിച്ചിട്ടില്ല അല്ലേ? ഇപ്പം കണ്ടില്ലേ, നേരത്തെ ഭക്ഷണത്തിൽ പോലും ബുദ്ധിമുട്ടുന്ന സമയം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു കാലത്ത് ഞാൻ പറഞ്ഞുതരാം, എല്ലാം തിരിച്ചടി വരും. ഇന്ന് എപ്പോഴും അന്ധകാരം ഉണ്ടാവില്ല, രാത്രി ഉണ്ടാവില്ല, അത് കുറേ കഴിയുമ്പോൾ പകലായി വരും. പകല് എപ്പോഴും പകലുണ്ടാവില്ല. അതിലൊരു സാമ്പിളാണ് നിങ്ങൾ വയനാട്ടിലൊക്കെ കണ്ടത്. അത് മാത്രമല്ല ശബരിമല പമ്പയിൽ കണ്ടതും പുഴ പണ്ടെങ്ങനെ ഒഴുകി ആ ലെവലിൽ തന്നെ വീണ്ടും അതെ അല്ലേ? പ്രകൃതിയെ മാറ്റാൻ ഇപ്പൊ മുണ്ടൻകൈയും ചൂരൽമലയും സംഭവിച്ചത് അവിടെ ജനങ്ങൾ പറയുന്നത് പണ്ട് പുഴ എങ്ങനെയാ വന്നിട്ടുള്ളത്, അതേ ലെവലിലെ പുഴ വീണ്ടും വന്നു. നമ്മുടെ പൂർവികന്മാർക്ക് ഒരുപാട് സത്യം ഉണ്ടായിരുന്നു, ധർമ്മം ഉണ്ടായിരുന്നു, അവർക്ക് മര്യാദ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നുള്ള ജോലി ചെയ്ത് മുമ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് മറ്റുള്ളവർക്ക് ഗുണം ആവണം.
എന്ന് വിചാരിക്കാവുന്നൊരു ഇന്നും അതില്ല എന്നല്ല ഞാൻ പറയും. ലോകാസമസ്ത സുഖിനോഭവം ആചാര്യ പ്രവചനമാണ്, ഋഷിപ്രവചനമാണ്. അത് എല്ലാവരും നന്നാവട്ടെ, അക്കൂട്ടത്തിൽ ഞാനും ഭഗവാൻ. അപ്പോൾ പിന്നെ നന്നാക്കുമല്ലോ, എല്ലാവരും നന്നാ പിന്നെ നമ്മൾ മാത്രമായിട്ട് മോശമാവില്ലല്ലോ, നമ്മളും നന്നാക്കൂടെ. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അപ്പോഴേ നമ്മൾ നന്നാവും. നമ്മുടെ ഗുരുവാരാണ് ഗുരു സാക്ഷാൽ ശിവഗുരു ശിവദേവ ശിവബന്ധുശര്യം. ഗുരുവൊന്നുമില്ല. അച്ഛന്റെ പേര് അച്ഛൻ്റെ നാരായണൻ നമ്പൂതിരിയാണ്. പിന്നെ മുത്തശ്ശന്റെയോ? മുത്തശ്ശൻ്റെ പേര് ഈശ്വരൻ. ഈശ്വരൻ. അദ്ദേഹം ആയിരുന്നല്ലോ ആദ്യകാലത്ത്. അദ്ദേഹത്തിന് മുമ്പിട്ടും ആളുണ്ടായിരുന്നില്ലേ? അദ്ദേഹത്തിന് മുമ്പേ ഇവിടെ വേറൊരു ആളായിരുന്നു. പക്ഷെ എന്റെ കണ്ണിലുണ്ടായ ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ചിറവൊത്ത സ്ഥലം ശരിക്കും പറഞ്ഞാല് ഈ കവാടത്തിൽ നിന്നല്ല, ഈ കവാടത്തിൽ കരഞ്ഞു പോകുമ്പോ തന്നെ ചിറയിലേക്കാണ്. അതെ, കാല് കയറ്റിപ്പോ കയറി വരില്ല. ഒരു ശരി കുളത്തുനിന്ന് കാല് കയറ്റി കയറി വരുന്നത് വേറെ ഏതോ വരമ്പത്തെ കൂടിയാണ് ഈ ക്ഷേത്രത്തിൽ വരേണ്ട വഴി. ഇതിലെ കൂടിയല്ല, മറ്റേതോ ഒരു വഴി. പഴയ വഴികളൊക്കെ അങ്ങനെയായിട്ട്. അതെ. പിന്നെ അത് മാത്രമല്ല, രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാല് അന്നത്തെ കാലഘട്ടത്തില് നമ്മൾ ഈ എഴുന്നള്ളത്ത് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. വിടാന്ന് കേട്ടിട്ട് നമ്മള് ഭഗവാന് വേണ്ടുന്ന അന്നത്തെ കാലത്ത് നിവേദ്യം വെക്കണ്ടിക്ക് അങ്ങനെയല്ലേ സാധ്യമാവും. അങ്ങനെ ഓരോ ആൾക്കാരും ഇത്തിരി അരിയും ഇത്തിരി പിന്നെ പച്ചക്കറിയും ഇതെല്ലാം കൊടുത്തിട്ടുള്ള ഒരു ശീലം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന എല്ലാം ഇങ്ങനെയുള്ള സാധനം. അന്നത്തെ കരിപ്പെട്ടിയാണല്ലോ, അത് എല്ലാം ഒന്നുമില്ലല്ലേ. ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു സംവിധാനം ഞാൻ പറഞ്ഞത്. അത്രയും ബുദ്ധിമുട്ടിയിട്ട് ഇതിനുള്ളിൽ കയറി അഭിഷേകം ചെയ്തു. കാരണം കുളത്തുനിന്ന് നിർമ്മത്തലായിരുന്നു, കുളത്ത് നോക്കി കഴിഞ്ഞാൽ ഭഗവാനെ കാണും. പക്ഷെ ഈ വെരിക്കൽ വന്നിട്ട് ഇപ്പൊ അടുത്ത കാലത്തല്ലേ, പണ്ടേ ഉണ്ട്. പക്ഷെ ഇത് പുതിയത്. പക്ഷെ ഇത് മുമ്പേ ഇങ്ങനൊന്നും ആയിരുന്നില്ല. മുമ്പേ ഈ നാലമ്പലും എന്റെ കണക്കിൽ കണ്ണിലുള്ള ചെപ്പ് കാട് കുത്തിയൊരു ഏരിയയിലായിരുന്നു. അതായത് ഭീകരമായ കാട്ടിനുള്ളിൽ ഒരു ക്ഷേത്രം. അതായത് ഈ കാട്ടിൽ ബന്ധമെന്ന് ഇതിപ്പോ ഇതിപ്പോ വാതിൽ മുമ്പേ ഉണ്ടായിരുന്നു പറഞ്ഞു. ചുറ്റമ്പലം ഉണ്ടായിരുന്നു, ഊട്ടുവരി ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. പിന്നീട് ഇതൊക്കെ നശിച്ചുപോയി. പിന്നെ പുനരുദ്ധരിക്കാൻ ആളുണ്ടായില്ല. കുറെ കാലം ഈ പറഞ്ഞ പോലെ അനാഥത്വം വന്നു, സ്വത്തുക്കളൊക്കെ പോയി. അന്ന് പൈസയല്ല, നെല്ലാണ്. നമ്മളെ കണ്ണിലുണ്ടായ ഒരു അനുഭവം പറയുന്ന കുഴപ്പമില്ലല്ലോ. അതായത് നമ്മളെ അനുഭവത്തിലുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഏതോ ഒരു ഉത്സവ സമയത്ത് പണ്ട് കാലത്ത് ചാണം മെഴുകി പാള കൊണ്ട് ചാണം മെഴുകിയിട്ട് എടുത്തിട്ട് ഇല കുത്തിയിട്ടാണ് കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു. ചങ്ങിയും ഈ ചട്ടിയും ആ കാലത്ത് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടുമായിട്ട് പറഞ്ഞത്. ഞാനത് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമല്ല. ആരെങ്കിലും അന്നം കൊടുക്കാനുണ്ടെങ്കിൽ താങ്കൾക്കത് ശക്തമാണോ, അത് ചെയ്യാൻ ബുദ്ധിമുട്ട്. അന്നദാനത്തിന് നമുക്ക് സ്ഥല സൗകര്യം, ഇപ്പൊ സ്ഥലമില്ല. അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു അന്നദാനം ഓഡിറ്റോറിയോ കാര്യങ്ങളോ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നത് അതെ ഒന്നും ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് ബുദ്ധിമുട്ടില്ല. നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഈശ്വര കർത്തിതമായിട്ട് നടക്കുള്ളൂ. ഞാനിപ്പോൾ ഇന്നത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഞാനിപ്പം പറഞ്ഞു ഇന്ന് വരെ ചെയ്തതൊക്കെ തന്നെ ഭഗവാന്റെ ഒരു പ്രചോദനം. സത്യം പറഞ്ഞ ഈ പ്രചോദനമാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പം കുളം കെട്ടി ഇവിടം വരെ കെട്ടിയപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കർമ്മം ഇവിടം വരെയാണ് മതി എന്ന്. ബാക്കിയുള്ള വേറെ ആരും ചെയ്യാനുണ്ടെന്നോ. അപ്പോൾ ഇവിടെ കെട്ടേണ്ട കല്ലുകൾ മുഴുവൻ ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഈ അമ്പലം മുഴുവൻ കെട്ടേണ്ട കല്ല്, വലിയ വലിയ കല്ലുകൾ ഒരു 4-5 ലക്ഷം രൂപയുടെ കല്ലുണ്ട് ഇവിടെ. ഞാൻ സാധനങ്ങളെ കാണുന്നു അല്ലേ, മരവും മറ്റുള്ള സാമഗ്രികളെ കാണും. അതെ. അപ്പോൾ ഏതായാലും ഇക്കൊല്ലം തുടങ്ങണം എന്നൊരു മോഹം. പക്ഷെ എൻ്റെ മോഹം നടക്കില്ല, ഭഗവാൻ അവിടുന്ന് തീരുമാനിക്കും. നമ്പർ പറഞ്ഞേക്ക്, ഫോൺ നമ്പർ 98 47 18 44 96. ഇതിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് എന്താ വേണ്ടത് ചോദിച്ചാൽ പറഞ്ഞു തരും. അതെ, ക്ഷേത്രത്തിൽ സഹായത്തിനായാലും ഈ മറ്റുള്ള പൂജ ഇവിടെ നടക്കുന്ന പൂജേന്റെ കാര്യങ്ങളായാലും അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഇവിടെ ഭഗവാന് രുദ്രാഭിഷേകം പോലുള്ള അഭിഷേകങ്ങളോ അല്ലെങ്കിൽ നൈവേദ്യത്തിന് വേണ്ടിക്കോ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞാൽ അത് പേര് പറഞ്ഞോളൂ അല്ലേ. കൃഷ്ണനമ്പൂതിരി ക്ഷേത്രത്തിന്റെ പേര് പറയും. പിണറായി പാർവതി പരമേശ്വര ക്ഷേത്രം അല്ലെ, ശിവപാർവതി എന്നും പറയും. ശിവപാർവതി വേറെ ഒരു പേരും കൂടി ആദിരാമേശ്വര ക്ഷേത്രം. ആദിരാമേശ്വര ക്ഷേത്രം എന്നാണ് ഇതിന്റെ പേര്. അപ്പം ഇതിന്റെ പൂർവ്വനാമ പറയുന്നത്. അപ്പം അത് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു അല്ലേ ആ ഒരു പ്രത്യേകത തോന്നുന്നു. അതെ, രാമൻ തന്നെയാണ് പ്രതിഷ്ഠിച്ചത്. അപ്പം ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം വെച്ച് പറയുന്നതാണ്. പിന്നെ ക്ഷേത്രത്തിനുള്ളിൽ മറ്റൊന്നുമില്ല, തെക്കോട്ട് നോക്കിയിരിക്കുന്ന ഗണപതിയുണ്ട്. പിന്നെ നേരെ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ നമസ്കാര മണ്ഡപം അല്ലേ, നമസ്കാര മണ്ഡപം കാണാം. പിന്നെ പഴയ കാലത്ത് നമ്മളൊരു വീട്ടിൽ കയറി പോകുന്നത് ഒരു ഫീലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അല്ലേ. മലയാളം ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ആത്മീയ ഒരു സൗഖ്യം അവർ മനസ്സ് പലയാളും പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഒരു വലിയ ശാന്തതയുണ്ട് മനസ്സിന്.
പിന്നെ അത് തന്നെ ക്ഷേത്രത്തിൽ വന്നാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയും കല്ലെല്ലാം ആ കാലഘട്ടത്തിൽ കല്ല് പിന്നെ സിമെന്റോ അല്ലെങ്കിൽ കുമ്മായം വെച്ചിട്ടൊന്നും അല്ല കെട്ടിയിട്ടുള്ളത് അല്ലേ. ഓരോ ജോയിന്റ് ചെയ്തിട്ടാണ് കെട്ടിയിട്ടുള്ളത്. അത് കാണേണ്ട ക്ഷേത്രം അത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് തിരുമേന്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ നല്ല നമസ്കാരം. നമുക്ക് ഇനിയും കാണാം. ഈ കല്ലിനെ പറ്റി എത്ര ഒരു 1000-1500 കൊല്ലത്തെ പഴക്കമുണ്ടാവും? അതിലും മേലെ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. അല്ല ഇത് ആര് പറഞ്ഞിട്ട് ശില ഇത് ശിലാലിഖിതാണ്. കല്ലിന് എഴുത്ത്, അതായത് പഴയ കർണാടക ലിപി എന്നാണ് നമ്മളെ പ്രൊഫസർ NGS നാരായണൻ. അതെ. അപ്പൊ ഞാൻ ചോദിക്കുന്ന വെച്ചാല് ഇത് പണ്ട് കൊടകന്മാര് വെച്ച് പൂജിച്ച ക്ഷേത്രമല്ലേ ഇത്? കർണാടകക്കാരെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അതിന് അവർ കൊടകന്മാർ തന്നെയാണല്ലോ അവര്. കർണാടക ആൾക്കാർ കൊടകന്മാർ, കൊടകിൽപ്പെട്ട കർണാടകത്തിൽപ്പെട്ടതാണ്. അതെ അതെ അതെ, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ. പിന്നെ പല പേരുകളും ആ പേരുമായിട്ട് ബന്ധമുണ്ട്. അതെ. ഇപ്പൊ ഓരോ പാളത്തിന് പഴയ പേരുകൾ കർണാടക പേര് പറയുന്നത്. അപ്പൊ ഒരു കാലത്ത് അവരായിരിക്കാം. അതെ, ഇവിടെ കേരളത്തിന്റെ പൈതി മുക്കാലും ഭരിച്ചുകൊണ്ടിരുന്നത് അവർ തന്നെ ആയിരിക്കാം അല്ലേ? തമിഴ്നാട്, കർണാടകയിൽ തന്നെ ആയിരിക്കും. പിന്നെ ഇടയിൽ വന്നിട്ട് ഒരു ഇടങ്ങാറായപ്പോ സംഭവിച്ചതാണല്ലോ. ബാക്കിയുള്ള ഇടയിൽ ഒരു വീതം കൊടുത്തു വിട്ടതല്ലേ? അതെ അതെ. കാരണം ഈ അന്ന് മലയാള ഭാഷ ഈ കൊങ്ങിണി ഭാഷ വലിയ തുളു ഭാഷ ലിപിയില്ല. ആചാര്യ എഴുത്തച്ഛന് ശേഷമാണ് മലയാളത്തിന് ഭാഷാ പിതാവ് എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. അദ്ദേഹമാണ് മലയാളത്തിന് ലിപി ഉണ്ടാക്കി. പിന്നെയോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സംസാരിക്കും, എഴുത്തില്ല. ആ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. അതല്ല, ഇനിയും ഒരുപാട് ചരിത്രം നമ്മളെ പൂർവിക ചരിത്രകാരന്മാരെ നമ്മൾ പഠിക്കാനുണ്ട്, അറിയാനുണ്ട്. ഇന്നത്തെ തലമുറക്ക് എത്ര പേർക്ക് അറിയാം? അതെല്ലാം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലേ? ഒന്നും അറിയില്ല. സുഖം, മോഹം, ഭോഗം, അത്രേ ഉള്ളൂ. അത്ര അവസ്ഥയിലാണ് മനുഷ്യൻ്റെ. ഇത് നല്ല ആഹാരം കഴിക്കണം, അത് കഴിഞ്ഞാൽ നല്ല മൈഥുനം വേണം, അത് കഴിഞ്ഞാൽ നല്ല ഉറക്ക് വേണം. 3 അവസ്ഥയിൽ ഒതുങ്ങിപ്പോയതുകൊണ്ടാണ് മനുഷ്യൻ ഈ പറഞ്ഞ എല്ലാം മടിയന്മാരായി മാറി. വിഷമങ്ങളും സുഖത്തെ അല്ല, ഇതിപ്പോ സത്യത്തിൽ എന്തുകൊണ്ടാ വിഷം തിന്ന് വിഷജന്തുവായി ജീവിക്കേണ്ട അവസ്ഥയായി. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഒരു 50 കൊല്ലോ 60 കൊല്ലം മുമ്പേ ജീവിച്ച് മരിച്ച ഒരാൾ ഇപ്പൊ പെട്ടെന്നൊരു പുനർജീവിക്കാം. ഈ അന്തരീക്ഷത്തിൽ വായു ശ്വസിച്ചാൽ തന്നെ അയാൾ വീണ്ടും എന്ത് സംശയം? അതൊക്കെ തന്നെയാ. അയാൾ ഒരാൾക്കൊരു ജന്മം വേണ്ട വിചാരിക്കണ്ട, അപ്പൊ തീർന്നു. നമ്മളൊക്കെ ഈ പറഞ്ഞ ഈ നെയ്യഭ്യാസി കൊണ്ട് നമ്മളിങ്ങനെ ഇതന്നെ ശീലിച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പയറ്റുകയാണ്. നമുക്ക് നല്ല വായുവും ഇല്ല, നല്ല പ്രകാശവും ഇല്ല, നമുക്ക് വെള്ളവും ഇല്ല, എല്ലാം മലിനമാക്കി. ആരാണ് ഇതിന്റെ ഉത്തരവാദി? മനുഷ്യൻ തന്നെ. വേറെ ജീവജാലങ്ങൾ, പ്രകൃതിയുള്ള മറ്റ് ബ്രഹ്മസൃഷ്ടിയുള്ള മനുഷ്യനെ ഒഴികെ ബാക്കി ആരും ഇതില് വൃത്തിയേടാക്കൂല, നശിപ്പിക്കൂല. ഇതില് പങ്കാളിയല്ല. ഇത് മനുഷ്യൻ തന്നെയാണ് ഇതിന്റെ മുഴുവൻ ഉത്തരവാദി. ഇത് മലകളില്ല, വയനാട് മരങ്ങളും ഇല്ല, മലിമസമല്ലേ, എല്ലാം മലിനാക്കി, എല്ലാം കോറകളായി. ശരിക്കും പറഞ്ഞാല് പിന്നെ അങ്ങ് യമുനോത്രി പോയിട്ടുണ്ടല്ല, ആ യമുനോത്രി ഗംഗോത്രി ആ വരുന്ന വെള്ളമുണ്ട്, ആ ഐസ്ന്നങ്ങനെ വരുന്ന വെള്ളം പാലങ്ക് പോലെയാണ്, വയലറ്റ് കളറാണ് അടുത്ത ഐസ്. എന്താണ് ആ വെള്ളം? ഏറ്റവും ടോപ്പ് പോയി ആ ഗുഹയുടെ ഉള്ളിൽ ഇങ്ങനെ വരുന്നത്. അത് ഗംഗോത്രി. ഞാൻ ഗംഗോത്രി ക്ഷേത്രം വരെ പോയിട്ടില്ല. അതിന്റെ അപ്പുറം മുകളിൽ കയറുണ്ട്, ഗോമുഖി അവിടെ പോയിട്ടില്ല. പക്ഷെ ഒരുപാട് നടക്കാനുണ്ട്. പക്ഷെ ശ്വാസത്തിന് കുറച്ച് ബുദ്ധിമുട്ട് വരും, അങ്ങനെയുള്ള സംഭവമുണ്ട്. പക്ഷെ അത് അങ്ങ് ഗുഹയുടെ ഉള്ളിൽ നിന്നാ വെള്ളം വരും. ഈ ഗംഗാനദി അതിന്റെ ഉത്ഭവ സ്ഥാനം അറിയാൻ പോലും. ഈ ഗംഗ ഉത്ഭവ സ്ഥാനം അതിന്റെ ഉള്ളിൽ നിന്നാണ്. പക്ഷെ അതോ ഏകദേശം വലിയ ഒരു ഗുഹ പോലത്തെ സ്ഥലമാണ്. ഈ ഗംഗോത്രിയിലെ അവിടുന്ന് വന്ന് ഭഗവാന്റെ ശിരസ് ഇതെങ്ങനെ ഞാൻ ഭൂമിയിൽ വന്ന് ആകെ പ്രശ്നമാകുന്ന പറഞ്ഞപ്പോ പറഞ്ഞ് ഞാൻ പിടിച്ചോളൂ വന്നോളൂ വന്നു. ആണെന്ന് വന്നിട്ട് ഈ പിന്നെ ഗംഗോത്രിയിൽ വന്ന് ആ ക്ഷേത്രത്തിൽ പിന്നെ കുറെ ഒരു 100-200-300 അടി താഴത്തേക്ക് വെള്ളം ഒരൊറ്റ പോക്കാണ്. ഇങ്ങനെ പൂങ്ങനെ ചാട്ടം. ഈ ചാട്ടത്തിൻ്റെ ഉള്ളിൽ ശിവലിംഗം കെട്ടിയതാണ്. പക്ഷെ പലയാളും പറഞ്ഞില്ല, ഞാൻ കണ്ടിട്ടില്ല. രാവിലെ പ്രഭാതത്തിന് ഒരു 3-3:30 മണി സമയത്ത് ഇതിൻ്റെ അകത്ത് വലിയൊരു ദിവ്യപ്രകാശം ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇരുന്നവർ ഈ വെള്ളം ആ ഭഗവാന്റെ. പക്ഷെ അത് നമുക്ക് പിന്നെ മാനസരോവര കൈലാസത്തിലും പൗർണമി നാളിൽ ഒരു പ്രത്യേക പ്രകാശം അവിടുന്ന് കൈലാസം എന്നുള്ളത് മഹാമേരു വന്നത് അല്ലേ? സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടുന്നൊക്കെ പറയാ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ, പക്ഷെ ആദ്യത്തെ നമ്മളെ മനസ്സ്, ശരീരം, ഒന്നും വേണ്ട എന്തെല്ലോ അവസ്ഥയിലാണ്. അതെന്തോ ആയിക്കോട്ടെ. ഞാൻ അനുഭവത്തിൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങളിപ്പോ കേദാർനാഥ് പോയ ഒരു മനുഷ്യനല്ലേ? അതെ. കേദാർ പോയി നമുക്ക് വർത്തമാനം പറയാൻ തോന്നുന്നു? അത് ഒന്നും കഴിയില്ല. കാരണം ഭഗവാനെ കണ്ട് നമ്മൾ ലയിച്ചു പോയി, എന്തോ അവസ്ഥയാണ്. അത്ഭുതം വേറൊന്നുണ്ട്. കേദാർനാഥ് പോയി കഴിഞ്ഞാല്
എല്ലാവർക്കും അകത്ത് പോവാം, അഭിഷേകം ചെയ്യാം, പൂജ ചെയ്യാം. അതെ. കേദാറില് ആ വിഗ്രഹം ഇങ്ങനെ ഇങ്ങനെ ഒരു ഇങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ അത് അനുവദിക്കുന്നില്ല. ഇപ്പൊ അത് അനുവദിക്കുന്നില്ല. അപ്പോ ഈ വിഗ്രഹം നമ്മളിപ്പോ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കിയൊന്നും അനങ്ങൂല. ഈ വിഗ്രഹം നമ്മൾ മോതിര വെള്ളമുണ്ട്. ഈ പൂർവികന്മാർ പറയുന്നതിന് എല്ലാം 1000 മടങ്ങ് ശക്തിയുള്ളതാണ്. ഈ മോതിര വെള്ളമുണ്ട് നമ്മളിങ്ങനെ തൊട്ടിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഭഗവാൻ ഇങ്ങനെ ഒരു ആട്ടാണ് അല്ലേ? അതുപോലെ തന്നെ കേദാറില് അതിന് മേലൊരു ഗുഹയിലൊരു ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അതിനുള്ളിൽ നമ്മൾ ഓം നമ ശിവായ വളങ്ങാനങ്ങും കണ്ടിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ മുകളിൽ തന്നെ അതല്ല. അല്ല, കേദാർ തന്നെ. കേദാറിൽ അവിടെ നോക്കുമ്പോൾ കാണുന്ന മുകളിലൊരു പിന്നെ ഭഗവാന്റെ ഒരു സ്ഥലമുണ്ട്. കുറച്ച് അവിടെ നോക്കിയാൽ കാണും. അവിടെ തന്നെ ഈ സംഭവം അത്രയും ഉയരത്തിലാണ് ഈ വലിയ ചെറിയൊരു ഗുഹ അല്ലെങ്കിൽ ഇറങ്ങിയിട്ടുള്ള ഗുഹ സ്ഥലം. അതിനുള്ളിൽ ശിവലിംഗം ഉണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒച്ചത്തിൽ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അനങ്ങും. നിങ്ങൾ വേറെ എന്ത് ശബ്ദം പറഞ്ഞാലും അനങ്ങൂല. പക്ഷെ ഈ ഒരു ശബ്ദം നിങ്ങൾ ഉരുവിട്ട് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ എനിക്ക് കൈലാസ് പരിക്രമണം ചെയ്യുമ്പോൾ 3 ദിവസമാണ്